ന്യൂമാറ്റിക് ഫ്ലഷ് ടാങ്കിൻ്റെ സ്വിച്ചാണ് ഇത്. ഇതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ എയർ ബലൂൺ ഉണ്ടാവുക. ആ ബലൂണ് പ്രസ് ചെയ്യുമ്പോഴാണ് ഈ പൈപ്പിലൂടെ എയർ പോയിട്ട് ഫ്ലഷ് ടാങ്ക് വർക്ക് ചെയ്യുന്നത്. ഫ്ലഷിൻ്റെ ഷിഫണ് പൊന്തോ അങ്ങനെ ക്ലോസറ്റിലേക്ക് വെള്ളം വരും. അപ്പോൾ ഈ ബലൂണ് രണ്ടും ഉറുമ്പ് തിന്നിട്ട് ഹോള് വീണു. അപ്പോൾ 2 ബലൂണ് നമുക്ക് മാറ്റിയെടുക്കാം. ഇതെങ്ങനെയാണ് അഴിച്ച് മാറ്റുക എന്നുള്ളൊരു വീഡിയോ ആണിത്. ഇതാണ് ഇതിൻ്റെ ബലൂണ്. ഇതിൻ്റെ ഉൾവശത്ത് ഇങ്ങനെയാണ് ഉണ്ടാവുക. 2 ബലൂൺ ഉണ്ടാവും. അതുപോലെ അതിൻ്റെ മേലെ 2 സ്പ്രിങ്ങും ഉണ്ടാവും. ഇത് പ്രസ് ചെയ്യുമ്പോഴാണ് എയർ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ 2 ബലൂണ് 2 സ്വിച്ചിലേക്കുള്ളതാണ്. ഇപ്പോൾ 2 പൈപ്പ് ഇതിൻ്റെ നേരെ ടാങ്കിലേക്ക് പോയിട്ടുണ്ടാവും. കുറഞ്ഞ ആവശ്യത്തിനാണെങ്കിൽ ചെറിയ ബട്ടണും വലിയ ആവശ്യത്തിനാണെങ്കിൽ വലിയ ബട്ടൺ. അങ്ങനെ സാധാ ക്ലോസറ്റിലൊക്കെ ഉള്ള അതേ രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനം ഉണ്ടാവുക. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ബലൂണ് മാറ്റുക. പുതിയ ബലൂണാണ്. അതിട്ടതിന് ശേഷം ബട്ടൺ പുഷ് ബട്ടൺ നേരാക്കി വെച്ചിട്ട് ഇതിലേക്ക് ഈ 2 ബലൂണും ഫിക്സ് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുക. എന്നിട്ട് 4 സൈഡിലും സ്ക്രൂ ഇട്ട് ഫിക്സ് ചെയ്യാം. സ്ക്രൂ നല്ലപോലെ ടൈറ്റ് ചെയ്യണം. എന്നിട്ട് ഇതുപോലെ പുഷ് ചെയ്ത് വെക്കാം എയർ വരുന്നുണ്ടോ എന്നുള്ളത്. ഇനി ഈ 2 എൽബോ ഇതിൽ കണക്ട് ചെയ്തിട്ട് മാറ്റിയാണ്. ഇതാണ് പഴയ ബലൂണ്. ഇതാണ് ഉറുമ്പെന്ന് ഹോള് വീണത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഉറുമ്പ് കയറിയിട്ടുണ്ട്. ഇതെവിടെയൊക്കെയാണ് ഹോളുള്ളത്. അപ്പോൾ എയർ ആ ഒരു സ്ഥലത്തൂടെ പുറത്തേക്ക് പോകും. ടാങ്കിലേക്ക് എത്തില്ല. ഉണ്ടോ? ഇവിടെയാണ് നല്ല ഹോളായിട്ട് വീണത്. എന്നിട്ട് ഇതുപോലെ ഈ 2 പൈപ്പിലും ഫിക്സ് ചെയ്യാം. Sure,